എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ HSAയുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിലവിലെ 3 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ആദ്യമായിട്ട് വരുന്നവർക്കൊന്ന് പറയുവാണ്. ബ്ലൂമിൻ്റെ ടാക്സോണമി, അതുപോലെ പെഡഗോഗിക് അനാലിസിസ്, നീഡ്, സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇംപ്ലിക്കേഷൻ ഓഫ് പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി, അസുബൽ ആൻഡ് ഗാർഡനർ, ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അപ്പോൾ അത് HSA എന്നും പറഞ്ഞ് പുതിയൊരു പ്ലേലിസ്റ്റ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ്സുകളെല്ലാം ഓർഡറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാലൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? Individual differences stands for the variations or deviations among individuals in regard to a single characteristics or a number of characteristics. നമ്മളെല്ലാവരും വ്യത്യസ്തരല്ലേ? അതുപോലെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സിലെ കുട്ടികളെല്ലാം വ്യത്യസ്തരാണ് അല്ലേ? ഓരോരുത്തരുടെ കഴിവും ബുദ്ധിയും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ എത്ര ട്വിൻസാന്ന് പറഞ്ഞാൽ പോലും അവരിൽ എന്തെങ്കിലും ഒരു സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും ഡിഫറൻസ് ഉണ്ടാവാം. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വേരിയേഷൻ, ഡീവിയേഷൻ നമ്മുടെ ഏതെങ്കിലും ഒരു സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സിലോ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒന്നാമത്തെ ഫിസിക്കൽ ഡിഫറൻസ് ആണ്, അതായത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡിഫറൻസ്. എല്ലാ കുട്ടികളുടെയും ശരീരപ്രകൃതം ഒരുപോലല്ല. ചില കുട്ടികൾക്ക് വണ്ണം ഉണ്ടാവും, ചില കുട്ടികൾ മെലിഞ്ഞതായിരിക്കും, ചിലർ മീഡിയം ആയിരിക്കും, ചിലർക്ക് ഒത്തിരി മുടി ഉണ്ടാവും, ചിലർക്ക് കുറച്ച് മുടി ഉണ്ടാവത്തുള്ളൂ, കണ്ണിൽ വ്യത്യാസം ഉണ്ടാവും, കണ്ണിലെ കളറിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എല്ലാ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് മെൻ്റൽ ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ അവരുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസിനും കപ്പാസിറ്റിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇമോഷണൽ ഡിഫറൻസ്. ചില കുട്ടികൾ പെട്ടെന്ന്, അല്ലെങ്കിൽ ചില ആൾക്കാർ പെട്ടെന്ന് സങ്കടം വരുമ്പോൾ കരയും, സന്തോഷം വരുമ്പോൾ ചിരിക്കും. അപ്പോൾ ചിലവരാണെങ്കിൽ എത്ര സങ്കടം വന്നാലും ഇങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചിരിക്കും, പുറമേ അത് കാണിക്കില്ല. അപ്പോൾ അതൊക്കെ എന്താണ്? ഇമോഷണൽ ഡിഫറൻസ് ആണ്. ഇനി ഡിഫറൻസ് ഇൻ സൈക്കോമോട്ടോ സ്കിൽസ്. സൈക്കോമോട്ടോ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഓടുന്നത്, ചാടുന്നത്, കൈവച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഗെയിംസ് ഒക്കെയാണ്. ചില കുട്ടികൾക്ക് സ്പോർട്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? അവർ ചാടി വീഴും, സ്പോർട്സ് എന്ന് കേൾക്കുമ്പോഴേ ഓടാനും ചാടാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, എഴുതുന്നത് ഭയങ്കരമായിട്ട് സ്പീഡിൽ എഴുതും, കൈ കൊണ്ടുള്ള വർക്കൊക്കെ അവർ പെട്ടെന്ന്, അങ്ങനത്തുള്ള ആക്ടിവിറ്റീസ് എല്ലാം അവർ പെട്ടെന്ന് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പം മുത്ത് കോർക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, എഴുതുന്നതിൽ തന്നെ വ്യത്യാസമുള്ള കുട്ടികളില്ലേ? ചില കുട്ടികൾ പയ്യാണ്, സമാധാനമായിട്ടാണ് എഴുതുന്നത്, ചില കുട്ടികൾ സ്പീഡിൽ പോകും അല്ലേ? അതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്നത് അവരുടെ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്യും, ചില കുട്ടികൾ കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരുന്നതാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് എന്താണ്? ഡിഫറൻസ് ഇൻ അച്ചീവ്മെൻറ്റ്. അവരുടെ നോളജിലും അച്ചീവ്മെൻറ്റിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. കുട്ടികളുടെ ഇൻട്രസ്റ്റിനും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? മറ്റു കുട്ടികളുമായിട്ട്. എല്ലാ കുട്ടികൾക്കും ഒരേ ഇൻട്രസ്റ്റ് ആണോ ഉള്ളത്? ചില കുട്ടികൾക്ക് ഡ്രോയിങ് ആയിരിക്കും, ആർട്ട് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, സ്പോർട്സ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ആരാവാനാണ് ആഗ്രഹമെന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ ചോദിച്ചാൽ തന്നെ എല്ലാവർക്കും പലതായിരിക്കും. ഡോക്ടർ ആവാൻ ഇഷ്ടമുള്ളവർ, ടീച്ചർ ആവാൻ ഇഷ്ടമുള്ളവർ, ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർ, പൈലറ്റ് ആവാൻ ഇഷ്ടമുള്ള, അങ്ങനെ ഇതൊക്കെ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ഉൾപ്പെടുന്നതാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സാണ് ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ് അറിയാമല്ലോ, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ നിന്ന് ലേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെറിഡിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ആർക്കെങ്കിലും പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ ഒരുപാട് മുടിയുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നല്ല മുടി ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും പൂച്ചക്കണ്ണുണ്ടെങ്കിൽ അത് നമുക്കും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഹെറിഡിറ്റി ആണ്. അപ്പോൾ മെയിനായിട്ട് 2 ഏതൊക്കെയാണ്? ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റും ആണ്. എന്താണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ? മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ഹെൽപ്സ് ടു ഡയറക്റ്റ് ദ ലേണേഴ്സ് ഇൻറ്റേർണൽ എനർജി ടുവേർഡ്സ് വേരിയസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇൻ ഹിസ് എൻവയോൺമെൻറ്റ്. നിങ്ങൾ കേട്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് തരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഊർജ്ജമാണ് അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജ്ജത്തിനെയാണ് നമ്മൾ അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗിൽഫോർഡിന് എന്തൊക്കെയോ മോട്ടിവേഷനെ കുറിച്ച് പറയാനുണ്ട്, കേട്ടോ. According to Guilford, motive is a particular internal factor or condition that tends to initiate and to sustain activity. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ പ്രേരണ അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ ഒരു പ്രവർത്തനം തുടങ്ങി. ഞാനിപ്പോൾ കേറ്റിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ തുടർന്ന് വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സഹായിക്കുന്ന എല്ലാ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എല്ലാ കണ്ടീഷനും ചേർന്നതാണ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രേരണ കാണും അല്ലേ. ചിലപ്പോൾ ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് കണ്ടിട്ട് ആ ഒരു ഇതിലായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും തുടർന്ന് ഊർജിതമായിട്ട് കൊണ്ടുപോകുന്നതും, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രേരണയായിരിക്കാം. എന്തും ആവാം. ക്ലിയർ ആയോ? അടുത്തതിലേക്ക് പോവാം. ഇനി സ്കിന്നർ എന്താണ് മോട്ടിവേഷനെ കുറിച്ച് പറഞ്ഞത്? മോട്ടിവേഷൻ ഈസ് ദ സൂപ്പർ ഹൈവേ ഓഫ് ലേണിംഗ്. അതായത് പഠനത്തിലേക്കുള്ള സൂപ്പർ ഹൈവേ ആണ് അഭിപ്രേരണ എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നറാണ്. നെക്സ്റ്റ്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. ഇത് മോട്ടോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ചലനം അല്ലെങ്കിൽ മോഷൻ. ഇനി പ്രധാനമായിട്ട് 2 തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. ആദ്യത്തേത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള അഭിപ്രേരണയാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും HSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും ആ ഒരു ജോലിയിലേക്ക്, നിങ്ങളുടെ ഒരു സ്വപ്ന ജോലിയാണ്, അതിലേക്ക് പ്രവേശിക്കാനും ഒക്കെയുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ അതൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ മറ്റൊരു പേര് ചോദിച്ചാൽ നാച്ചുറൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ നൈസർഗിക അഭിപ്രേരണ എന്നാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് വിത്തൗട്ട്, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവിടെ ബാഹ്യമായ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റിവാർഡ്സും എൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഇല്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷന് എക്സാമ്പിളാണ്. ഇറ്റ് ക്രിയേറ്റ് സ്പോണ്ടേനിയസ് അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് HSC എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു അറ്റൻഷൻ, ഒരു ശ്രദ്ധയും ഒരു ഇൻട്രസ്റ്റും ഒക്കെ വരുമല്ലേ. ഈ ഒരു എക്സാം കഴിയുന്നത് വരെ ഈ പറയുന്ന ഇൻട്രസ്റ്റും അറ്റൻഷനും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും. ഇനി അടുത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. നിങ്ങൾ HSC ഒന്നും പഠിക്കാതെ ഇങ്ങനെ കളിച്ച് കിടക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളെ വീട്ടുകാരും ഒക്കെ പറയണം, എങ്ങനെയെങ്കിലും ഇത്തവണത്തെ HSC നിങ്ങളൊന്ന് ക്രാക്ക് ചെയ്തെടുക്ക്, ഇങ്ങനെ നടക്കല്ലേ, എങ്ങനെയെങ്കിലും പോയിരുന്ന് പഠിക്കുക, കിട്ടിയില്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കിട്ടിയ ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് തരുവാണ്, എങ്ങനെ ചെയ്ത് നോക്കൂ, അങ്ങനെ ചെയ്ത് നോക്കൂ, ഇങ്ങനെ പഠിച്ചു നോക്കൂ, അങ്ങനെ പഠിച്ചു നോക്കൂ. ഇതൊക്കെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷനെ നമ്മൾ നാച്ചുറൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ നമുക്ക് പറയാം ആർട്ടിഫിഷ്യൽ മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ കൃത്രിമ അഭിപ്രേരണയാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഈസ് റിവാർഡ് ഡ്രിവൺ ബിഹേവിയർ എന്ന് വെച്ചാൽ, ഒരു കുട്ടി പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രം പുസ്തകം വായിക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് A+ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മാത്രം പുസ്തകം വായിക്കുവാണ്. അതൊരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അതായത് കുട്ടി എന്തെങ്കിലും പഠിക്കുന്നത് പഠനത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ബാഹ്യമായിട്ടുള്ള എന്തോ ഒരു പ്രതിഫലം നേടാനാണ്. ഇവിടെ A+ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് നേടാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്, അല്ല പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമല്ല. മനസ്സിലായോ? ഇനി നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ കൂടുതൽ പേരും പ്രതിഫലം മോഹിച്ചിട്ടാണ് ജോലി എടുക്കുന്നത്, അല്ലാതെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണമെന്നുള്ളൊരു ഇൻട്രിൻസിക് മോട്ടിവേഷനൊന്നും വന്നിട്ട് ജോലി എടുക്കുന്നതല്ല. അവർക്ക് ജോലി എങ്ങനെയെങ്കിലും എടുത്ത് നമുക്ക് പൈസ സമ്പാദിക്കണം, അതാണ് അവരുടെ മനസ്സിലിരിപ്പ്. മനസ്സിലായോ? അടുത്തത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നേടാനുള്ള അഭിപ്രേരണയാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് മക്ലൻഡ് ആണ്. അതുപോലെ അദ്ദേഹം 3 രീതിയിൽ ഈ ഹ്യൂമൻ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത് ഡിസൈർ ടു ഇൻട്രാക്ട് സോഷ്യലി വിത്ത് പീപ്പിൾ, അതായത് സൊസൈറ്റിയിലെ ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപഴകാൻ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ആഗ്രഹമാണ് നീഡ് ഫോർ അഫിലിയേഷൻ. നീഡ് ഫോർ പവർ എന്ന് പറയുന്നത് അധികാരം നേടാനുള്ള ആഗ്രഹമാണ്. അതുപോലെ നീഡ് ഫോർ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നേട്ടം കൈവരിക്കുക എന്ന ആഗ്രഹമാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അപ്പം അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ SLC പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ A+ വാങ്ങിക്കണം, അതൊരു പർട്ടിക്കുലർ ടാസ്ക്കാണ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന മോട്ടിവേഷനാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ.
ഹൗ ടു മോട്ടിവേറ്റ് ദ ചിൽഡ്രൻ ടു ലേൺ, അതായത് കുട്ടികളിൽ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് എങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നാമത്തത് സെറ്റിംഗ് അപ്പ് എ ഗോൾ, ഏതൊരു പ്രവർത്തനത്തിനും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് മെയിൻറ്റെയിനിങ് എ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ, എന്ന് വെച്ചാൽ എന്താണ്, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. മൂന്നാമത്തത് ലിങ്കിങ് ദ ന്യൂ ലേണിംഗ് വിത്ത് ദ പാസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ പുതിയ പഠനത്തിനെ പഴയ അനുഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. അടുത്ത എന്താണ്, നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ അല്ലെങ്കിൽ ബോധന തന്ത്രങ്ങൾ സ്വീകരിക്കുക. നെക്സ്റ്റ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, നല്ല രീതിയിലുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഫോർ അച്ചീവ്മെൻറ്റ്, അതായത് കുട്ടികളുടെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഉടനടി എന്ത് കൊടുക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. പ്രൊമോട്ടിങ് കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ, കോമ്പറ്റീഷനും കോപ്പറേഷനും അതായത് മത്സരവും സഹകരണവും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത റിവാർഡ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്, പ്രശംസയും കുറ്റപ്പെടുത്തലും. പ്രശംസ അതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തലും. ചില ക്ലാസ്സുകളിലൊക്കെ നമുക്കറിയാം ആൺകുട്ടികളൊക്കെ എന്താണ് കൂടുതലും കുറ്റപ്പെടുത്തുമ്പോഴാണ് അവർ കൂടുതൽ പഠിക്കുന്നത് അല്ലേ. അതേസമയം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ പ്രശംസയിലാണ് വീഴുന്നത്. അങ്ങനെ നമ്മൾ അധ്യാപക യുക്തിപൂർവ്വം അത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. അടുത്തത് സമ്മാനവും ശിക്ഷയാണ്. സമ്മാനം എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ, പണിഷ്മെൻ്റ് എന്നുള്ളത് ഒഴിവാക്കുന്നതാണ് ഏറെക്കുറെ നല്ലത്. ഏറ്റവും ലാസ്റ്റത്തത് പ്രൊമോട്ടിങ് ഈഗോ ഇൻവോൾവ്മെൻ്റ് ആണ്, അതായത് എല്ലാ കുട്ടികളിലും എന്താണ് ആത്മാഭിമാനവും അന്തസ്സും ഒക്കെ പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. പല അധ്യാപകരും എങ്ങനെയാണ് കുട്ടികളെ പരിഹസിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും അല്ല അവരുടെ അഭിപ്രേരണ ജനിപ്പിക്കാനുള്ള ശരിയായിട്ടുള്ള വഴി. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, 10 പോയിൻറ്റ്സ് ആണുള്ളത്. അടുത്തയിലേക്ക് പോകാം. ഇനി നമ്മൾ മോട്ടിവേഷൻ തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോ ഡെവലപ്പ് ചെയ്ത തിയറി ഏതാണ്? ഒന്നെങ്കിൽ ഓപ്ഷൻ്റെ അകത്ത് നീഡ് തിയറി എന്ന് കാണും, അല്ലെങ്കിൽ ആവശ്യകതകളുടെ ശ്രേണി, അല്ലെന്നുണ്ടെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉദ്ദേശങ്ങളുടെ ശ്രേണി അങ്ങനെ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അല്ലെങ്കിൽ എന്താണ് ആത്മ സാക്ഷാത്കാര സിദ്ധാന്തം, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്തെഴുതുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ നീഡ് തിയറി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആവിഷ്കരിച്ചത് ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബ്രഹാം മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഡെവലപ്പ് ചെയ്തത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ്റെ അഭിപ്രേരണ അല്ലെങ്കിൽ ഹ്യൂമൻ മോട്ടിവേഷൻ. കിട്ടിയല്ലോ. പിരമിഡ് വിത്ത് 5 ലെവൽസ് ഓഫ് നീഡ്സ്. എത്ര ലെവലാണുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രേണിയിൽ? 5 ലെവലാണുള്ളത്. അപ്പോൾ അത് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അബ്രഹാം മാസ്ലോയുടെയാണ്. നെക്സ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് ചോദിച്ചാലും നീഡ് തിയറി എന്ന് ചോദിച്ചാലും ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് എന്ന് ചോദിച്ചാലും എല്ലാം ആരുടെയാണ്? അബ്രഹാം മാസ്ലോയുടെയാണ് കേട്ടോ. എല്ലാം ആ തിയറിയുടെ മറ്റ് പേരുകളാണ്. ഇനി തെറ്റിപ്പോവല്ലേ, അദ്ദേഹം ഇതേപ്പറ്റി ഒരു പുസ്തകത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രബന്ധമാണ് എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ആ ഒരു പുസ്തകത്തിൻ്റെ പേര് മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി എന്നാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് സൈക്കോളജി ഓഫ് സയൻസ്, ടുവാർഡ് എ സൈക്കോളജി ഓഫ് ബീയിങ്, ദ ഫാദർ റീച്ചസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. അപ്പോൾ അത് 3 കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി ക്വസ്റ്റ്യൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ പിരമിഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ പിരമിഡിൻ്റെ ഓരോ തലങ്ങളും ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം 5 തരത്തിലുള്ള നീഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇതിൽ ഏറ്റവും ലോവർ ലെവലിലുള്ളത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഏറ്റവും ഹയർ ലെവലുള്ളത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ഒന്നാമത്തത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ആണ്. അതുകൊണ്ട് നമുക്കിതിനെ ബയോളജിക്കൽ നീഡ്സ് എന്ന് കൂടെ പറയാം. അതുപോലെ നമ്മുടെ ഈ ഒരു ശ്രേണിയിലെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഈ പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഓക്സിജൻ, വാട്ടർ, ഫുഡ്, സ്ലീപ്പ്, റെസ്റ്റ്, സെക്സ്, 6 കാര്യങ്ങളാണ്. ഇത് 6ആണ് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആയിട്ട് പറയുന്നത്. അടുത്തത് സേഫ്റ്റി നീഡ്സ് ആണ്, അതായത് സുരക്ഷിതത്വം എന്ന് പറയും. എപ്പോഴാണ് നമ്മൾ നല്ല സേഫായെന്ന് നമ്മൾ പറയുന്നത്? നമുക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോൾ അല്ലേ, എംപ്ലോയ്മെൻറ്റ്. രണ്ടാമത്തെ നല്ലൊരു ഫാമിലി, കുടുംബം. മൂന്നാമത്തെ എന്താണ്? ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ.
നാലാമത്തെ എന്താണ്? പ്രോപ്പർട്ടി. നമുക്ക് നല്ല സമ്പത്തുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? സേഫ്റ്റി നീഡ്സിൽ വരുന്നതാണ്. അടുത്തത് ലവ് നീഡ്സ് ആണ്. അവിടെ വരുന്നത് എന്തൊക്കെയാണ്? ഫ്രണ്ട്സ്, ഫാമിലി, സെക്ഷൽ ഇൻറ്റിമസി. നെക്സ്റ്റ് എസ്റ്റീം നീഡ്സ് ആണ്. അതായത് ആദരിക്കപ്പെടാനുള്ള ആഗ്രഹമാണ് അല്ലേ? നമുക്കൊരു ആത്മവിശ്വാസവും ഒരു ആത്മാഭിമാനവും മറ്റുള്ളവരോടൊരു റെസ്പെക്റ്റും അവർക്ക് നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റ്, ഇങ്ങനത്തെ ഉള്ള ഘടകങ്ങളാണ് ഈ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അവസാനത്തത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന എന്താണ്? ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റി, സർഗപരത, അതുപോലെ തന്നെ പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിങ്, ലാക്ക് ഓഫ് പ്രെജുഡൈസ്, എടുത്തുചാട്ടം ഇല്ലായ്മ. അടുത്തത് എന്താണ്? അക്സെപ്റ്റൻസ് ഓഫ് ഫാക്ട്സ് അല്ലേ? വിവേകം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ഘടകങ്ങളെല്ലാം വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷനിലാണ്. മീറ്റിംഗ് ഓൾ ഓഫ് മാസ്ലോസ് നീഡ്സ് ഷുഡ് റിസൾട്ട് ഇൻ ഡാഷ്. അതായത് മാസ്ലോയുടെ എല്ലാ നീഡ്സും ചെന്ന് അവസാനിച്ചിരിക്കുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള ലെവൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അടുത്ത ടോപ്പിക്ക് വന്നിട്ട് മാക്സിംസ് ഓഫ് ടീച്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല കാര്യങ്ങളും അറിയാവുന്ന തന്നെയാണ്. നിങ്ങൾ റഫായിട്ട് നോട്ട്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടാതെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലാതെ ഇത് ഒരുപാട് നോട്ട്സായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന കാര്യം ജസ്റ്റ് അറിയാത്തടുത്ത് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫ്രം നോൺ ടു അൺനോൺ. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് എന്താണ് പ്രീവിയസ് ആയിട്ട് അവർക്ക് എന്ത് നോളേജ് അറിയാം അതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ പുതിയ നോളേജ് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പം അറിയാവുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യത്തിലേക്കാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇനി എന്താണ്? സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എന്നിട്ടാണ് കോംപ്ലക്സിലേക്ക് പോകുന്നത് അല്ലേ? ആദ്യം തന്നെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഡിഫിക്കൽട്ട് ആവും അല്ലേ? നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പഠിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കുട്ടികൾക്ക് വെള്ളം എന്താണ്, വാട്ടർ എന്താണ് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് കോൺക്രീറ്റ് തിങ്സ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് തിങ്സ് ആണ്. വ്യക്തമായിട്ട് ആശയമുള്ള നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഇമാജിനറി ആയിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ബുക്കിലെ അതായത് നമ്മൾ മാത്സ് ബുക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? 2 + 2 = ഡാഷ് അങ്ങനല്ല കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ക്ലാസ്സിലെ ബുക്ക് എടുത്താൽ അറിയാം, ഒരു 4 ആപ്പിളിൻ്റെ പിക്ചർ കൊടുക്കും, കൗണ്ട് ആൻഡ് റൈറ്റ് പറയും അല്ലേ? അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? ആപ്പിൾ എണ്ണും, 1 2 3 4 എന്ന് എണ്ണിയിട്ട് ആൻസർ 4 എന്ന് കൊടുക്കും അല്ലേ? അതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് പിന്നീട് കുറച്ച് ക്ലാസ് കൂടെ കഴിയുമ്പോൾ കുട്ടി എന്ത് പഠിക്കും? 2 + 2 = 4. അവിടെ പൂവും കായും ആപ്പിളും ഒന്നും കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ കുട്ടിക്ക് മനസ്സിലാവും അല്ലേ? ഇമാജിനറി ആണ് 2 + 2 = 4 എന്ന്. അപ്പോൾ അതാണ് കോൺക്രീറ്റിൽ നിന്നാണ് അബ്സ്ട്രാക്റ്റിലോട്ട് പോകുന്നത്. ആദ്യമേ കുട്ടിക്ക് 2 + 2 അല്ലെങ്കിൽ 4 + 4 എന്നല്ല കൊടുക്കേണ്ടത്. ആദ്യം കുറച്ച് പിക്ചേഴ്സോ പൂക്കളോ ഒക്കെ കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്ത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. അതിന് ശേഷമാണ് ഇതിലേക്ക് വരേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പർട്ടിക്കുലർ ടു ജനറൽ ആണ്. പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ജനറൽ ഒരു പ്രിൻസിപ്പിളിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു കൊടുക്കുവാണ്. എന്താണ്? വെയിറ്റ് ഉള്ളൊരു സാധനം വെള്ളത്തിലോട്ട് ഇടുന്നു, വെയിറ്റ് ഇല്ലാത്തൊരു സാധനവും വെള്ളത്തിലോട്ട് ഇടുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? ആ ലിക്വിഡിൽ പൊങ്ങി കിടക്കുവാണോ താന്നു പോവുകയാണോ എന്നുള്ള കാര്യം എക്സ്പെരിമെൻറ്റിലൂടെ കുട്ടി മനസ്സിലാക്കുവാണ്. അത് പർട്ടിക്കുലറാണ്. ഇതിൽ നിന്നാണ് കുട്ടി എന്തിലേക്ക് പോകുന്ന? ഒരു ജനറൽ, അതായത് വെയിറ്റുള്ള സാധനങ്ങളെല്ലാം, ഇപ്പോൾ ആ സാധനം മാത്രമല്ല ഏത് വെയിറ്റുള്ള സാധനം നമ്മൾ വെള്ളത്തിലിട്ടാലും അത് താഴ്ന്നു പോവും, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ സാധനമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നുള്ള ഒരു റൂൾ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിലേക്ക് കുട്ടി എത്തിച്ചേരുവാണ്. അതാണ് പർട്ടിക്കുലർ ടു ജനറൽ. നെക്സ്റ്റ് എന്താണ്? ഹോൾ ടു പാർട്ട്. നമ്മൾ ഗസ്റ്റാൾട്ട് സൈക്കോളജി പഠിച്ച പോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സമഗ്ര രൂപത്തിനാണ് ഇവിടെ പ്രാധാന്യം, അതിനുശേഷമാണ് പാർട്ടിലേക്ക് പോകുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഒരു വൃക്ഷം എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആദ്യം സമഗ്രതയ്ക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ ചില്ലയും കൊമ്പും റൂട്ടും സ്റ്റെമ്മും അതിൻ്റെ ബാക്കിയുള്ള പാർട്സിലേക്ക് പോകുന്നത്. അത്രയേ ഉള്ളൂ. അടുത്ത എന്താണ്? സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് നേരെ അങ്ങ് സബ്ജക്റ്റ് മാറ്റർ പ്രസൻറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് അല്ലേ? നമ്മളെപ്പോഴും ഒരു ടീച്ചർ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ എബിലിറ്റി എന്താണ്, അവരുടെ ഇൻ്റലിജൻസ് ലെവൽ എന്താണ്, ഇതൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ സബ്ജക്റ്റ് മാറ്റർ കുട്ടികൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ടു ഡിഡക്ഷൻ. നിങ്ങൾക്കറിയാം ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡ്. എപ്പോഴും നമ്മൾ കുറേ എക്സാമ്പിൾസ് കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്നാണ് കുട്ടികളെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കേണ്ടത് അല്ലേ, അല്ലാതെ ഡിഡക്റ്റീവ് മെത്തേഡിൽ നിന്നല്ല ഇൻഡക്റ്റീവ് മെത്തേഡിലേക്ക് പോകേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എംപെരിക്കൽ ടു റാഷണൽ ആണ്. എംപെരിക്കൽ എന്ന് പറയുന്നത് കുട്ടി കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം വ്യക്തമായിട്ട് അവർ കണ്ട് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം ആർഗ്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള നോളേജ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് നമ്മൾ പറയുകയാണ് സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇത് കുട്ടിക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ. രാവിലെ എഴുന്നേറ്റ് സൂര്യനെ നമുക്ക് കാണാം, കിഴക്കുദിക്കുന്ന എല്ലാം കുട്ടിക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സോളാർ സിസ്റ്റം അതിലുള്ള കാര്യങ്ങളൊന്നും കുട്ടിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ആർഗ്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള നോളേജാണ്. അപ്പോൾ ആദ്യം മറ്റേത് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഈ റാഷണലിലോട്ട് കുട്ടിയെ കൊണ്ടുവരേണ്ടത്. അതാണ് എംപെരിക്കൽ ടു റാഷണൽ എന്ന് പറയുന്നത്. അടുത്തത് അനാലിസിസ് ടു സിന്തസിസ്. അനാലിസിസ് എന്ന് പറയുന്നത് അപഗ്രഥിക്കുക. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ നമ്മൾ അർത്ഥവത്തായിട്ടുള്ള രീതി അല്ലെങ്കിൽ എന്താണ് മീനിങ് ഫുൾ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ. എന്നിട്ട് പിന്നീടാണ് സിന്തസിസിലാണ് അത് നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നത്. ഈ സെപ്പറേറ്റ് പാർട്സിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കും അല്ലേ. അപ്പോൾ ഏത് പ്രശ്നം കിട്ടിയാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ പാർട്സ് ആക്കി മാറ്റി ഡിവൈഡ് ചെയ്ത് അത് മീനിങ് ഫുൾ പാർട്സ് ആക്കി മാറ്റിയതിന് ശേഷം പിന്നീട് നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത പാർട്സിനെ ഗ്രൂപ്പ് ആക്കുന്നു. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ, അതായത് നമ്മൾ LKG ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ആദ്യം വേർഡ്സ് അല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആൽഫബറ്റ്സ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ലെറ്റേഴ്സ് ആണ്, ABCD ആണ്. അതിനുശേഷം ഈ ലെറ്റേഴ്സ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് അവരെ ഓരോ വാക്കുകൾ ബാറ്റ് ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സിലോട്ട് പോകുന്നത്. അത്രയേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ആക്ച്വൽ ടു റെപ്രസെൻറ്റേറ്റീവ് ആണ്. നമ്മളെപ്പോഴും ഒറിജിനലായിട്ടുള്ള അല്ലെങ്കിൽ ആക്ച്വലായിട്ടുള്ള പിക്ചറാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് റെപ്രസെൻറ്റേറ്റീവിലേക്ക് പോകുന്നത്. ആദ്യമേ ഡയഗ്രാമോ കാര്യങ്ങളോ പിക്ചറോ ഒക്കെ കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അത് മെമ്മറിയിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങും അല്ലേ. കാക്കയെ കണ്ടോ, പൂച്ചയെ കണ്ടോ, അല്ലെങ്കിൽ പശുവിനെ കണ്ടോ, ആ കാണുന്നതാണ് തത്ത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ച്വൽ ഫിഗേഴ്സാണ് ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പാഠപുസ്തകത്തിൽ ഓരോ പിക്ചേഴ്സും കാണിച്ചു കൊടുക്കും അല്ലേ. ആട്, തത്ത, പക്ഷികളുടെ പിക്ചേഴ്സ് ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കും. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ എലിഫൻ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയുമ്പോൾ തന്നെ കുട്ടിക്ക് മൈൻഡിൽ അതിൽ ആ ഒരു രൂപം വരും. അടുത്തത് നിയർ ടു ഫാർ. എപ്പോഴും അടുത്ത് നിന്നാണ് നമ്മൾ ദൂരേക്ക് പോകേണ്ടത് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം അവരുടെ ചുറ്റുവട്ടത്തുള്ള അവരുടെ സറൗണ്ടിങ്സിനെ കുറിച്ച്, അവരുടെ വീടും അവരുടെ ചുറ്റുപാടുള്ള സ്ഥലത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ലേൺ ചെയ്തതിന് ശേഷമാണ് പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നത്, ദൂരത്തേക്ക് പോകുന്നത്, ദൂരെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതാണ് നിയർ ടു ഫാർ. ലാസ്റ്റ് വൺ ഡെഫിനിറ്റ് ടു ഇൻഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യം, വ്യക്തമായിട്ടുള്ള കാര്യം, ദൃഢമായിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം അവതരിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഇൻഡെഫിനിറ്റിലോട്ട് പോകുന്നത്. ഇത് സെയിം നമ്മൾ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റും ഡെഫിനിറ്റ് ടു ഇൻഡെഫിനിറ്റും സെയിം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ടോപ്പിക്കാണ് കവർ ചെയ്തത്. മാക്സിംസ് ഓഫ് ടീച്ചിങ് വരെ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.